ടിഫിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ തക്കാളിയുടെ വിളവെടുപ്പാട്ടോ. ഞാൻ തക്കാളിക്ക് ഇതുവരെ പറിക്കണ എൻ്റെ വിളവെടുപ്പ് കാണിച്ചിട്ടില്ലായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നാണ് അതിനൊരു നേരം കിട്ടിയത്. ഞാൻ 2 ദിവസത്തേക്ക് വീട്ടിലൊക്കെ പോയപ്പോഴത്തേക്കും എന്താണ്ടോ നല്ല വെയിലേറ്റ് ഒരുമാതിരി ആയി പോയിട്ടുണ്ട്. എന്നാലും കായൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പാകമായി കിടക്കണേ അങ്ങ് പറിക്കാം. എന്നാണോ ഇത് പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നല്ല വലിപ്പമുള്ളതാട്ടോ. നല്ല ചൂടല്ലേ, അതുകൊണ്ട് ഫുള്ള് നനയ്ക്കുകയൊക്കെ ചെയ്താലുമേ അങ്ങ് മേളിൽ നിന്നുള്ള ചൂടായതുകൊണ്ട് നന്നായിട്ട് ഉണക്കി പറ്റുന്നതാണ്. മിക്കതും പഴുത്തു തുടങ്ങിയതാ. നമുക്കിപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നമുക്ക് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല ഇതാട്ടോ തക്കാളി കൃഷി എന്ന് പറയണം. ഒത്തിരി വലിയ കഷ്ടപ്പാടും ഇല്ല. അങ്ങനെ നട്ടാൽ അതങ്ങനെ പോകുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ പയറും ബീൻസൊക്കെ ആണെങ്കിൽ ചാഴി അങ്ങനെ പല ശത്രുക്കൾ വരും അവർക്ക്. ഇതിനങ്ങനെ വലിയ ശത്രുക്കൾ കാര്യങ്ങളൊന്നുമില്ല. ഒത്തിരി വലിയ വളം ചെയ്തില്ലെങ്കിൽ തന്നെ അത് തന്നെ കയറി പോരും കേട്ടോ. പിന്നെ നമ്മൾ വളം ചെയ്ത് കൊടുക്കണതനുസരിച്ച് അതിനനുസരിച്ച് കയറും. വളം ചെയ്തില്ലെങ്കിലും എങ്ങനെയെങ്കിലും തപ്പി പിടിച്ചൊക്കെ കയറും. അപ്പോൾ ഒത്തിരി വലിയ ഇതൊന്നുമില്ല. വലിയ പയറൊക്കെ ആണെങ്കിൽ ചാഴിച്ചു പോകും, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇതിനങ്ങനെ വലിയ വിഷയങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ നന്നായിട്ട് അങ്ങ് കയറിപ്പോരും. ഇച്ചിരി മതിയായ തക്കാളിക്കൊക്കെ ഉണ്ടാവും. വളം ചെയ്തില്ലെങ്കിൽ ഇത് നന്നായിട്ട് കായ്ക്കും കേട്ടോ. ആ മാതിരി ഒരു വിഷയമില്ല. അയ്യോ, പിന്നെ ഇതിന് വിഷയം എന്നതെന്ന് വെച്ചാൽ നമ്മൾ പൂ ഇടാറാകുമ്പോഴത്തേക്കും പൂ അങ്ങ് പെട്ടെന്ന് കൊഴിഞ്ഞു പോകും. ആ ഒരു വിഷയമാണ് ഞാൻ തക്കാളി നട്ടിട്ട് ഞാൻ കണ്ടുപിടിച്ച വിഷയം കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവരൊന്ന് പോയി കാണുവാണെങ്കിൽ ആ വിഷയം നമുക്ക് പരിഹരിക്കാം കേട്ടോ. പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റിയ ഒരു നല്ല റെമഡിയാണ് കേട്ടോ. ഭയങ്കര ചൂടായില്ലേ. മഴ തന്നെയായിരുന്നപ്പോൾ മഴ വേണ്ട, വെയിലാണെങ്കിൽ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. ഇപ്പോൾ വെയിലായപ്പോഴോ വെയിൽ വേണ്ട, മഴയാണെങ്കിൽ നല്ല, അങ്ങനെയാണ് ഓരോ കാലാവസ്ഥയില്ലേ. അപ്പോൾ ഇത്രയും പറിച്ചിട്ടുണ്ട്. ഇനിയുണ്ട്, അപ്പുറം പറിക്കണം. അല്ലെങ്കിൽ ഇനി പഴുത്ത് കിടക്കും. ഇപ്പോൾ ഇത് പച്ചക്കാണെങ്കിലും തോരൻ വയ്ക്കാൻ പറ്റും, പഴുത്താണെങ്കിലേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെ വെക്കണേന്ന് തന്നെ അല്ലേ കുഴപ്പം. നമുക്ക് ഇഷ്ടമുള്ളതിൽ നമ്മുടെ എല്ലാത്തിലും തന്നെ ഇറച്ചിയിലും മീനിലൊക്കെ നമ്മൾ തക്കാളിക്ക് ഇറങ്ങിയല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് ഒരുവിധമായി പിഞ്ചുള്ളതൊന്നും പറിക്കണില്ല. പിന്നെ ഇത് തൊടുമ്പോൾ ഭയങ്കര സ്മെല്ലാട്ടോ. അപ്പോൾ നമുക്ക് ഒരു അൺസഹിക്കബിൾ സ്മെല്ലല്ലേ. അതാണ് ഇതിൻ്റെ ഒരു വിഷയം. നാമിൽ കിടക്കുന്നത് എത്തില്ല. എത്ര തക്കാളിക്ക് നമുക്ക് കിട്ടിയിട്ടോ.